സ്വാതന്ത്ര്യദിനത്തിൽ രാജ്ഘട്ടിൽ രാഷ്ട്രപിതാവിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിലെത്തിയത്. പ്രതിരോധ മന്ത്രിയും സേനാ മേധാവിമാരും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. ഗാർഡ് ഓഫ് ഓണറിന് ശേഷം ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തി. പരമ്പരാഗത ചടങ്ങുകളുടെ ഭാഗമായി 21 ഗൺ സല്യൂട്ടുകൾ മുഴങ്ങി. വ്യോമസേന ഹെലികോപ്റ്ററുകൾ പുഷ്പവൃഷ്ടി നടത്തി. ചരിത്രത്തിലാദ്യമായി ചെങ്കോട്ടയിലെ ചടങ്ങിൽ ഇത്തവണ വന്ദേമാതരം ആലപിച്ചു. തുടർന്ന് രാജ്യം കൈവരിച്ച നേട്ടങ്ങളും ലക്ഷ്യങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നിന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ആത്മനിർഭർ ഭാരത് എല്ലാ അർത്ഥത്തിലും യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് രാജ്യം പുതിയ ഉയരങ്ങൾ കീഴടക്കുകയാണ്. യുവശക്തിയാണ് രാജ്യത്തിന്റെ കരുത്ത്. 2047 വികസിത രാജ്യമെന്ന സ്വപ്നം കൈവരിക്കണമെന്നും അതിനായി രാജ്യം ഒറ്റക്കെട്ടായി മുന്നേറണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ. കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും ജനങ്ങൾക്ക് താമസം, കുടിവെള്ളം ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കാനും സർക്കാരിന് സാധിച്ചു. ഭരണഘടനയാണ് സർക്കാരിന് വഴികാട്ടുന്നത്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ആദ്യമായാണ് രാജ്യം ഇത്തരത്തിൽ സമഗ്ര മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഭാരത് का वाइब्रेंट लोकतंत्र है, भारत का मजबूत न्यायतंत्र है और हम सबको दिशा देने वाला भारत का संविधान है. और अब दुनिया हमारे इन सामर्थ्य को पहचानने लगी है और इसलिए 2014 के बाद दुनिया करीब करीब 40 देशों के साथ हमारा FTA एग्रीमेंट हो रहा है. अब देखिए कितना बड़ा अवसर आया है. लेकिन ये जो ट्रेड एग्रीमेंट्स हुए हैं ये एक बहुत बड़ा अवसर है और इसलिए खास करके मैं मेरे MSMEs को कहना चाहूंगा कि हमें इस मौके को छोड़ना नहीं है. दुनिया में हमें पहुंचना है. भारत के उत्पाद की हर चीज विश्व के बाजार में पहुंचे. കൃഷി മുതൽ അത്യാധുനിക സാങ്കേതിക വിദ്യ വരെ 7 മേഖലകൾ കേന്ദ്രീകരിച്ച് വികസനം ഉറപ്പാക്കും. അടുത്ത 1 വർഷം 1 കോടി യുവാക്കൾക്ക് AI പരിശീലനം നൽകും. മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കേണ്ട സാഹചര്യമില്ലാതെ ഇന്ത്യ സ്വയം പര്യാപ്തത ഉറപ്പാക്കുകയാണ്. നമ്മുടെ കഴിവിൽ വിശ്വസിക്കണമെന്നും വലിയ സ്വപ്നങ്ങൾ കാണണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. വന്ദേമാതരത്തിന്റെ 150 വർഷത്തെ പാരമ്പര്യം യുവശക്തി ഫോർ വികസിത് ഭാരത് 2047 എന്ന ആശയത്തിലായിരുന്നു ഇത്തവണ സ്വാതന്ത്ര്യദിനാഘോഷം. ചെങ്കോട്ടയിൽ നടന്ന ചടങ്ങുകളിൽ 5000-ലധികം ക്ഷണിക്കപ്പെട്ട അതിഥികൾ പങ്കെടുത്തു. ഔദ്യോഗിക ക്ഷണമുണ്ടായിട്ടും ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും വിട്ടുനിന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.